സോണി, ഇതിൽ ഇപ്പം നമ്മളിപ്പോൾ MSC എൽസാത്തിയുടെ കാര്യത്തിൽ 3 പേർ കപ്പലിനുള്ളിൽ നിൽക്കുകയും കപ്പൽ നിയന്ത്രിക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്തു. അത് പരാജയപ്പെട്ടു. കപ്പൽ മറിഞ്ഞു, കപ്പൽ മുങ്ങി. ഇപ്പോൾ ആ കപ്പൽ എടുക്കാനുള്ള ശ്രമങ്ങൾ എവിടെയായെന്ന് അറിയില്ല. സോണി, പക്ഷേ ഇവിടെ പ്രശ്നം, ഇവിടെ വലിയ തീപിടുത്തമുണ്ടായി. എനിക്ക് തോന്നുന്നു എല്ലാ ജീവനക്കാരും കടലേക്ക് എടുത്ത് ചാടി. അതിൽ 4 പേർ ഇപ്പോഴും മിസ്സിംഗ് ആണ്. ഈ പറയുന്ന 3 പേർക്ക് 2 പേരുടെ പരിക്ക് ഗുരുതരമാണെന്നൊക്കെ പറയുന്നു. അതിന് കൂടുതൽ വിശദാംശങ്ങൾ വരട്ടെ. ഇനി ഈ കപ്പൽ ഉണ്ടാക്കാൻ പോകുന്ന വെല്ലുവിളി എന്താകും? ഈ കപ്പൽ മുങ്ങാൻ, അല്ലെങ്കിൽ ഈ കപ്പൽ നേരത്തെ താങ്കൾ പറയുന്നത് പോലെ അതിൻ്റെ ഈ പറഞ്ഞ കപ്പാസിറ്റി കൈവിട്ട് മുങ്ങാനുള്ള ചാൻസ് എത്രത്തോളം ഉണ്ട് ശ്രീ സോണി? ഇതിൻ്റെ ഷിപ്പിൻ്റെ സ്റ്റെബിലിറ്റി ലോസ് ആവാനുള്ള, സ്റ്റെബിലിറ്റി നഷ്ടപ്പെടാനുള്ള 2 സാഹചര്യമാണ് നിലവിലുള്ളത്. ഒന്ന്, വെയിറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മാറാം. അങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് ബലാസ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടെയ്നേഴ്സ് കടലിൽ പോയി അതുമൂലം ഉണ്ടാകുന്ന വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ മാറുന്നത് വഴി കപ്പലിൻ്റെ സ്റ്റെബിലിറ്റി പോകാം, വെസൽ ക്യാപ്സൈസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫയർ, ഈ തീപിടുത്തം. ഇതിൻ്റെ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്ത സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റിക്ക്, അതിൻ്റെ സ്ട്രക്ചറലിലുള്ള ഡിഫക്റ്റ് ഉണ്ടാവാം. അതുവഴി ഷിപ്പിനുള്ളിലേക്ക് വെള്ളം കയറാനും അതുപോലെ മുങ്ങാനും ചാൻസ് ഉണ്ട്. ദെൻ അത് എഗെയിൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മെറ്റീരിയൽ വിച്ച് ഈസ് ബേണിംഗ് ദെയർ. നമ്മുടെ ഓരോ മെറ്റീരിയലിലും ഡിഫറെൻറ്റ് ബേണിംഗ് ടെമ്പറേച്ചറാണ്. അപ്പോൾ അത് നമ്മുടെ ആ വെസലിൻ്റെ സ്റ്റീലിന് സ്ട്രക്ചറലി എത്രത്തോളം ഡാമേജ് ഉണ്ടാക്കുന്നു അതിനനുസരിച്ച് ആയിരിക്കും ബാക്കി നമുക്ക് പറയാൻ പറ്റുന്നത്. എൽസാത്രി 28 വർഷം പഴക്കമുള്ള കപ്പലായിരുന്നു. ഇതും 20 വർഷം പഴക്കമുള്ള കപ്പലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ കപ്പലിൻ്റെ പഴക്കം സ്റ്റെബിലിറ്റി ലോസിലേക്കൊക്കെ പോകാൻ ഇടയുണ്ടാക്കുമോ? പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബസ്സിലാണെങ്കിൽ പഴക്കം ഒരു പ്രശ്നമല്ല. കാര്യം 25 to 30 ഇയേഴ്സിൻ്റെ ഒരു ലൈഫ് സ്പാനിന് വേണ്ടിയാണ് നമ്മളൊരു ബസ്സിൽ ഡിസൈൻ ചെയ്യുന്നത്. സോ നമ്മൾ പ്രോപ്പറായിട്ട് ഡ്രൈ ഡോക്ക് ചെയ്യുകയും പ്രോപ്പർ വെസൽ മെയിൻ്റനൻസും കാര്യങ്ങളും ചെയ്യുന്നതാണെങ്കിൽ ഈ 20-25 ഇയർ എന്ന് പറയുന്നത് കാലപ്പഴക്കം വെസലിലൊരു പ്രോബ്ലം അല്ല. ഓക്കെ, ഞാൻ റജി ലൂക്കോസിലേക്ക് എത്തും മുമ്പ് വിഷ്ണു സുരേഷ് ചേരുന്നത്. വിഷ്ണു, എന്തായി നിലവിൽ ഈ കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ? ഏതെങ്കിലും തരത്തിൽ ആ ശ്രമങ്ങൾ സജീവമാക്കാൻ കഴിയുന്നുണ്ടോ നമ്മുടെ കമ്പൈൻഡ് ഫയർ ഫൈറ്റിംഗ് സംവിധാനങ്ങൾക്ക്? വിഷ്ണു. ഹാഷ്മി, ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു റിസൾട്ടിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തീ കൺട്രോൾ ചെയ്യാനോ നമുക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്തുള്ള വസ്തുക്കൾ, അത് ഒരു ചോദ്യചിഹ്നമായി അവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ ഷിപ്പിംഗ് മന്ത്രാലയം ഈ കമ്പനിയോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് ആ വസ്തുക്കളിൽ ഉള്ളതെന്ന്. കാരണം അഗ്നിശമന ഉപകരണങ്ങൾ അടക്കം അങ്ങോട്ടേക്ക് എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവരിൽ നിന്നൊരു മറുപടി ലഭിച്ചാൽ മാത്രമാണ് ഇതിൽ എന്താണ് വസ്തുക്കൾ എന്നറിഞ്ഞ് നമ്മൾ വൈകിട്ട് തൊട്ട് പറയുന്നത് ഒരു ആന്റി കെമിക്കൽ ഫോഴ്സിംഗ് എന്തെങ്കിലും അല്ലെങ്കിൽ എൻകൗണ്ടർ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഇപ്പോൾ വാട്ടർ ഉപയോഗിച്ചുള്ള അല്ലെങ്കിൽ ഫയർ ഫൈറ്റിംഗ് മാത്രമാണ് നടക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ കെമിക്കൽ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചാൽ മാത്രമാണ് ഇതൊരു ശാസ്ത്രീയ രീതിയിൽ ഈ തീ നിയന്ത്രണ വിധേയമാക്കാനാകുകയുള്ളൂ. അപ്പോൾ ഷിപ്പിംഗ് മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം കമ്പനിയോട് ചോദിച്ചിട്ടുണ്ട്. അവർ എത്രയും പെട്ടെന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള മറുപടികൾ നൽകും. അതുവരെ നമുക്കിതിങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ ശ്രമം നടത്താമെന്ന് മാത്രമേ ഉള്ളൂ. ഈ കണ്ടന്റ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് അതിൽ ഫുൾ ഫ്ലെഡ്ജ് ആയി നമുക്ക് വർക്ക് ചെയ്യാനാകുകയുള്ളൂ. ഇപ്പോഴും ശക്തമായ പ്രതിരോധ നടപടികൾ അവിടെ നടക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേവിയും കോസ്റ്റ് ഗാർഡും ഒക്കെ പ്രാധാന്യം നൽകിയത് ആളുകളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ 18 പേരെ നമുക്ക് കരക്കെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി 4 പേർ അവരെവിടെയെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഒരു ഉത്തരം കിട്ടിയിട്ടില്ല. ഔദ്യോഗികമായ ഒരു പ്രതികരണം നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ഭാഗത്തുനിന്ന് വന്നിട്ടുമില്ല. അവർ കടലിലേക്ക് ചാടിയതാണോ അല്ലെങ്കിൽ ആ കപ്പലിൽ തന്നെ ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല. അതുകൊണ്ട് അക്കാര്യങ്ങളിലാണ് ഇനിയൊരു പ്രധാനമായും വ്യക്തത വരുത്താനുള്ളത്. ഈ കപ്പലിലെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ കപ്പലിലെ കണ്ടെയ്നറുകൾ നിലവിൽ കടലിലേക്ക് വീണിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടും ആശങ്ക നിലനിൽക്കുന്നു. കപ്പൽ ഈ ഫയർ റെസ്ക്യൂ ചെയ്താൽ മാത്രമാണ് കപ്പൽ സ്റ്റേബിളാക്കി അതിനുശേഷം അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഒക്കെ ടഗ് ചെയ്ത് പോകാനാകുകയുള്ളൂ. ഒരു വലിയ പ്രൊസീജിയർ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. രാവിലെ ഉച്ച മുതൽ തന്നെ നമ്മൾ പറയുന്ന ഒരു മേജർ ഫയർ ഔട്ട് ബ്രേക്ക് ആണെന്ന്. അത് സാധൂകരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. വലിയ തീപിടുത്തമാണ്. തീ അണയ്ക്കാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണം നമുക്കൊരു കെമിക്കൽ എൻകൗണ്ടർ. ഇപ്പൊ കെമിക്കലാണ് മറുമരുന്ന്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് കെമിക്കൽ നമുക്കറിയണം. അതിപ്പോഴും നമുക്കറിയില്ല. അതാണ് സങ്കടകരം.